മാക്സിമം നമ്മുടെ വീട്ടിലേക്ക് നോക്കും, നമ്മളുള്ള വീട്ടിലേക്ക് നോക്കുമ്പോൾ ഉപഗ്രഹമാണെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാം കുറവായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിവാർഡുകൾ കിട്ടുന്നത് ഫാമിലി കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി പോവുക എന്നുള്ളതാണ്. കംഫർട്ട് സോണിൽ ചിലർ ഉപേക്ഷിച്ചു പോകാൻ ഒരിക്കലും പറ്റില്ല. ഏത് നിൽക്കുന്നുണ്ട് ആ ശ്രമം കഴിക്കാവുകയും അതായത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരവസ്ഥയിൽ ഇങ്ങനെ രണ്ടും കേട്ടൊരു അവസ്ഥയിൽ നിൽക്കാൻ യോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 10 രാഹു നിൽക്കുന്നവർ സാമ്പൻ എന്നാൽ 10 നിൽക്കണമെന്നില്ല വേണം. അതുകൊണ്ട് തന്നെ 10 രാഹു നിൽക്കുന്നത് ലക്ഷ്യം നോക്കി മുന്നോട്ട് പോകുക. ഈ ജന്മം നിങ്ങൾ ജനിച്ചിരിക്കുന്നത് തന്നെ കർമ്മം ചെയ്യാനാണ്. ഒരു അൺകൺവെൻഷണലായിട്ടുള്ള ഒരു സ്റ്റൈൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ജനിച്ച സാഹചര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്ത് പോയിട്ട് അതൊക്കെ ചെയ്യാൻ ഇങ്ങനെയൊക്കെ ഏത് മേഖലയിലാണെങ്കിലും അതുവരെയുള്ള യാഥാർത്ഥ്യ ജീവിതത്തിൽ മാറി കാലദേശങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഐഡിയോളജി കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആക്കാനുള്ള ഒരു കഴിവ്, ഒരു സ്റ്റൈൽ, ഒരു പ്രൊഡക്ടിവിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ചെയ്യും. അത് ചെയ്യാനാണ് ജന്മം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഈ ഭാവത്തെ കുറിച്ച് പറയുന്നില്ല. പത്താം ഭാവം കർമ്മമാണ്, ഗെയിമാണ്, നമ്മുടെ ജീവിത നിയോഗമാണ്, നമ്മുടെ പാസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിന് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെയാണ് രാഹു 10 നിൽക്കുമ്പോൾ ബന്ധപ്പെട്ടിട്ട് ദൈവദോഷങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. കർമ്മമേഖലയിൽ പെട്ടെന്നൊരു വീഴ്ച ഉള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 10 നിൽക്കുന്ന രാഹുക്ക് അതിന്റെ ലക്ഷ്യമൊക്കെ തരുമ്പോൾ ചിലപ്പം ഒരു വീഴ്ച. അതുപോലെ തന്നെ 10 രാഹുവിന്റെ ലക്ഷ്യമൊക്കെ തുടങ്ങുന്ന സമയത്ത് ചിലപ്പം ഈ 4ാം ഭാവം സുഖഭാവമായതുകൊണ്ട് തന്നെ കേതുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ബന്ധങ്ങളും നമുക്ക് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. നമ്മുടെ ഈ രാഹു നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ കേതുവായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കർമ്മത്തെ ബ്രേക്ക് ചെയ്തിട്ട് 10 രാഹു ദശയോ അപഹാരമോ നൽകുക. നമ്മൾ സോളിന്റെ രൂപത്തിൽ നമ്മുടെ മെറ്റീരിയൽ സക്സസിന് തടസ്സമായി നിൽക്കുന്ന ബന്ധങ്ങളോ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മുറിഞ്ഞു ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും അടുത്ത ബന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ വലിയ പെയിൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ 10 രാഹു ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് പെയിനോടുകൂടിയായിരിക്കും, പെയിനായിട്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ദോഷമാണ് കേതുവെങ്കിൽ, കർമ്മമാണ് കേതുവെങ്കിൽ, രോഗമാണ് കേതുവെങ്കിൽ, രാഹുവാണ് അതിന്റെ സർജറി. സർജറി വരുമ്പോൾ എന്തായാലും വേദന എടുക്കുക. അപ്പോൾ ആ വേദന തരുന്ന ഭാവമാണ് രാഹു. അതിനെ ഓവർകം ചെയ്ത് പോവുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. മക്കളാട്ടില് 10 രാഹു നല്ല കേതുവിന്റെ വീഡിയോ ഇടാക്കാനൊക്കെയാണ് ഞാൻ വീണ്ടും പറയുകയാണ്. ലക്ഷ്യം നോക്കി മുന്നോട്ട് പോവുക. ജനിച്ച സഹപാഠികൾ, ജനിച്ച സാഹചര്യങ്ങൾ ഒന്നും ചിലപ്പോൾ നിങ്ങളുടെ യാത്രയെ സപ്പോർട്ട് ചെയ്തെന്ന് വരുന്നു. പക്ഷേ ഒരു കാലത്ത് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാസ്റ്റർക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓരോ പ്ലാനറ്റായിട്ടുള്ള ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന 3ന്റെ നോർത്ത് നോഡാണ് തെക്കിൽ നിന്ന് എഴുതുന്നത്. അഷ്ടമഭാവം എന്ന് പറയുന്നത് സെൽഫിന്റെ നാശഭാവമാണ്. ലഗ്നം എന്ന് പറയുന്നത് സെൽഫാണെങ്കിൽ ലഗ്നം എന്ന് പറയുന്നത് മരണഭാവമാണ്. അപ്പം മരണം എന്ന് പറയുന്ന വാക്കിന് അല്ലെങ്കിൽ അഷ്ടമം എന്ന് പറയുന്ന വാക്കിന് ഒരു
പറഞ്ഞ വേറെ ഒരു കാര്യമില്ല. കാരണം മരണം തിരിച്ചറിയുക, മരണത്തിന്റെ കാര്യം അറിയുക എന്നാണ് ഏറ്റവും ഭയങ്കര പാഠം. അപ്പൊ അത്രയും രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാവമാണ് സംഹാര സ്ഥാനം എന്ന് പറയും. ശിവസ്ഥാനമാണത്. സംഹാരത്തിന്റെ ഭാവമാണ് അഷ്ടമം, യമധർമ്മദേവന്റെ ഭാവമാണ് അഷ്ടമം എന്നൊക്കെ പല കോളേജ് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കും. അപ്പൊ അവിടെ ആത്മാവിന്റെ കാരകനായിട്ടുള്ള രവിയുടെ ശത്രുവായിട്ടുള്ള നോട്, അതായത് രാഹു നിൽക്കുമ്പോൾ ആ ഭാവത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സ്വരതാൻ എന്ന് പറയുന്ന അസുരനാണ് വാസ്തവത്തിൽ അവർക്ക് പൂജിക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ സ്വരതാല് ദേവന്മാരുടെ രൂപത്തില് ദേവസ്വത്തിലേക്ക് കയറുമ്പോൾ ഇവരെ കാണിച്ചു കൊടുക്കുന്നത് സൂര്യചന്ദ്രന്മാരാണ്. ചന്ദ്രനാളെ പ്രത്യേകിച്ച് കാണിക്കുന്നത് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരതാല് വേഷം കിട്ടിയാൽ എന്തെങ്കിലും ഡിഫക്റ്റാണ് അറിയാതെയുമായി സ്വരതാല് 2 മാസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ അമൃത് പുഷ്ടി സുദർശനമാകുന്ന ചക്രങ്ങൾ തന്നെ തലവേറുമ്പോൾ മരണം സംഭവിക്കുകയോ ചെയ്തില്ല. കാരണം അമൃത പുഷ്ടിച്ചല്ലോ, മരണമില്ല, എന്നാൽ 2ആയി പോവുകയും ചെയ്തു. അപ്പം അഷ്ടമത്തിൽ നിൽക്കുന്ന മരണസ്ഥാനത്ത് നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് ഒരാളെ കുറ്റവും ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പറയാനുള്ളത് ആയിട്ടൊന്നെങ്കിൽ മായ പ്രഭാവത്തില് ഡിലൂഷൻസിൽ പെട്ടുപോകുന്ന ആൻസൈറ്റി, അതുപോലെ തന്നെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കൺഫ്യൂഷൻ, ഗൈഡി ആയിട്ടുള്ള അവസ്ഥകൾ. ഏതാ പാർട്ട്ണർ ആണെങ്കിൽ അഷ്ടമഭാവം ചില രഹസ്യഭാര്യങ്ങളെ ഭൗതികപരമായിട്ടുള്ള ചില രഹസ്യഭാവങ്ങൾ ഭാവമാണ്. അവിടെ രഹസ്യ സ്ഥാനത്ത് രാഹു നിൽക്കുമ്പോൾ നമ്മൾ വളരെ അനുഭവമുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. സഡനായിട്ടുള്ള ഒബ്സർവേഴ്സ്, അതിന്റെ ഡീപ്ലിയായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. സഡൻ ഒബ്സർവേഴ്സ് ഉണ്ടാകുന്നതായിട്ട് ശാപഹാരം പ്രത്യേകിച്ചും ഇത് വയ്ക്കുന്ന രാഹുവിന്റെ ദേശ അങ്ങോട്ട് കയറുന്നതിന് മുമ്പോ പിൻപോ ഇത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒബ്സർവേഷൻസിൽ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് തോന്നുകയും അല്ല, ഇവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും. വിമർശന ബുദ്ധിയോട് കൂടിയിട്ട് തർക്കിക്കാൻ വേണ്ടി എങ്കിലും ഈ വിഷയം പഠിച്ചു വെക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ മെന്റാലിറ്റി, വീട്ടിലിരിക്കുന്ന രാഹുവിന്റെ ഒരു വേറൊരു സ്വഭാവം ഇൻവെസ്റ്റിഗേഷൻ മെന്റാലിറ്റി. കാരണം പറയുന്നത് 8 എന്ന് പറയുന്ന ഹൗസ് ഓഫ് റിസർച്ച് ആണ്. റിസർച്ചിന്റെ ഭാവമായതുകൊണ്ട് തന്നെ രാഹു വീട്ടിൽ നിൽക്കുമ്പോൾ ആരും കാണാത്തത് കാണാനുള്ള കഴിവ്. ഇവർക്ക് പലപ്പോഴും സ്റ്റക്കായി പോകുന്നതാണ്. ഇവർ പോസിറ്റീവായിട്ട് ചില പല കാര്യങ്ങൾക്ക് സ്റ്റക്കായി പോകുന്നതാണെങ്കിലും ചിലപ്പോൾ നെഗറ്റീവ് തോട്ടില് പെട്ടുപോകും. അതുപോലെ തന്നെ എത്തിയിരിക്കുന്ന രാഹുവിന് ഗ്യാംബ്ലിങ്ങിനോടും ലോട്ടറിയോടും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിനോടും അതുപോലെ തന്നെ ടാക്സുകളെല്ലാം ടാക്സ് കൊടുക്കുന്ന ഒരുപാട് പരിപാടികളോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അതിനുള്ള വളരെ വഴികളൊക്കെ ഇവർക്ക് അറിയാം. അതായത് രീതി നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാഹു 7-ലും കേതു 1-ലുമാണ് നിൽക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 7-ാം ഭാവം എന്ന് പറയുന്നത് പത്മത്തിന്റെ ഭാവമാണ്. കേതു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് ലഗ്നഭാവമാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഈ സീരീസിന് ആദ്യത്തെ വീഡിയോ ഉണ്ടല്ലോ, രാഹു 1-ലും കേതു 7-ലുമായിട്ട് നിൽക്കുന്ന സീരീസ്, അതൊന്ന് കണ്ടിട്ട് വേണം ഇത് കാണാൻ. കേതു 1-ൽ രാഹു 7, അതുപോലെ തന്നെ രാഹു 1, കേതു 7 തിരിച്ചു മറച്ചും ഇങ്ങനെ വരുന്നത് 180 ഡിഗ്രി ഓപ്പോസിറ്റ് എന്ന് പറയും. അതായത് അവരുടെ ജീവിതവുമായിട്ട് ആ വ്യക്തിയുമായിട്ട് ലഗ്നത്തിൽ കേതു നിൽക്കുമ്പോൾ രാഹു നിൽക്കുന്ന ഭാവം അവരുടെ വ്യക്തിത്വമായിട്ട് അവരുടെ 7-ാം ഭാവം നേരെ വിപരീതമായിരിക്കും എന്നുള്ളതാണ് അനുഭവത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തി ജീവിതവും അതുപോലെ തന്നെ വിവാഹശേഷമുള്ള ജീവിതവും തമ്മിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടാകും. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കുറെ വിഷയങ്ങളുണ്ട്. അതായത് ഇവരുടെ വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഇവരുടെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിന് ശേഷമുള്ള